കർഷക സമരം ശക്തമാകുന്ന പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ഖനൌരിയിൽ കർഷകരുടെ മഹാപഞ്ചായത്ത് ആരംഭിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ ഖനൌരി അതിർത്തിയിലെത്തിയിട്ടുണ്ട്. ഖനൌരിയിൽ നിന്ന് നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഖനൌരി അതിർത്തിയിൽ കർഷകരുടെ മഹാപഞ്ചായത്ത് പുരോഗമിക്കുകയാണ്. ഏതാണ്ട് മിക്ക സംസ്ഥാനങ്ങളിലുള്ള കർഷകരുടെ പങ്കാളിത്തം പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ഖനൌരിയിൽ എത്തിയിട്ടുണ്ട്. നിരവധി കർഷകരാണ് ഈ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കാനായി ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ധല്ലേവാൾ നിരാഹാരം ഇരിക്കുകയായിരുന്നു. ഏതാണ്ട് 38 ദിവസത്തിലധികമായി നിരാഹാരം ഇരിക്കുന്ന ജഗ്ജിത് സിംഗ് ധല്ലേവാളിന്റെ പിന്തുണയുമായിട്ടാണ് നിരവധി കർഷകർ ഏതാണ്ട് ഇപ്പോൾ ഖനൌരി അതിർത്തിയിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 2 ലക്ഷത്തോളം കർഷകരുടെ പങ്കാളിത്തം ഈ ഒരു മഹാപഞ്ചായത്ത് ഉണ്ടാകുമെന്നാണ് കർഷക സംഘടനകൾ അവകാശപ്പെടുന്നത്. മിനിമം താങ്ങുവിലേക്ക് നിയമപരമായ ഉറപ്പ്, അതോടൊപ്പം തന്നെ കാർഷിക ഘടകങ്ങൾ എഴുതിത്തള്ളാം തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകരുടെ സമരം ഇപ്പോൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ആദ്യ കർഷക സമരത്തിൽ സർക്കാർ നൽകിയ ചില ഉറപ്പുകൾ ഉണ്ടായിരുന്നു. അത് പാലിക്കപ്പെട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കർഷകർ വീണ്ടും സമരത്തിനിറങ്ങിയത്. അതിനുശേഷം മാസങ്ങളായി ഖനൌരി അതിർത്തിയിൽ കർഷകർ സമരം തുടരുകയായിരുന്നു. 38 ദിവസമായി നിരാഹാരം ഇരിക്കുകയായിരുന്നു ജഗ്ജിത് സിംഗ് ധല്ലേവാൾ. എന്തായാലും സർക്കാരിന് കൃത്യമായ ഒരു മുന്നറിയിപ്പാണ് കർഷകരുടെ ശക്തി പ്രകടനം കൊണ്ട് എന്തായാലും ഈ കർഷക സംഘടന ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഭാവി സമര പരിപാടികളും പ്രഖ്യാപനം ഒരുപക്ഷെ വൈകാതെ കർഷക സംഘടനയുടെ ഭാഗത്തും ഉണ്ടാകും. അതിനിടയിൽ ആരോഗ്യസ്ഥിതി മോശമാകുന്ന ധല്ലേവാളിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്നതിനാവശ്യപ്പെട്ട് സുപ്രീം കോടതി പഞ്ചാബ് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഈ നിർദ്ദേശങ്ങൾക്കപ്പുറം പഞ്ചാബ് സർക്കാരിനോ അല്ലെങ്കിൽ പോലീസിനോ അതിൽ കൃത്യമായ നടപടിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു നടപടി ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഈ നിൽക്കുന്ന ഖനൌരിയിൽ വലിയ സംഘർഷങ്ങൾക്കാകും എന്തായാലും സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി സമവായത്തിലൂടെ കർഷകരെ എല്ലാം തന്നെ ചർച്ചയിലൂടെ ഈ പ്രശ്നപരിഹാരത്തിലുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. പക്ഷേ താങ്ങുവിലേക്ക് നിയമപരമായ ഉറപ്പ് അത് ലഭിക്കും വരെ സമരം തുടരുമെന്ന പ്രഖ്യാപനമാണ് എന്തായാലും കർഷക സംഘടനകൾ നടത്തിയിരിക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്ന ഖനൌരിയിൽ ഇന്ന് പോലീസ് ഇപ്പോൾ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം അവഗണിച്ച് കർഷകർ ഇപ്പോൾ നിരനിരയായി ഇപ്പോൾ ഈ ഖനൌരിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി പേർ ഈ സമരത്തിന്റെ ഭാഗമാകാൻ പഞ്ചാബിന്റെ വിവിധയിടങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ഹരിയാന, ഉത്തർപ്രദേശ് അടക്കമുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ഏതാണ്ട് ഈ ഖനൌരിയിൽ എത്തിയിട്ടുണ്ട്. സമാനമായ നിലയിൽ തന്നെ ശംഭു അതിർത്തിയിലും ഇപ്പോൾ സമരം തുടരുന്നു. പക്ഷേ ഖനൌരിയാണ് ഇപ്പോൾ സമരങ്ങളുടെ ഒരു ശ്രദ്ധാകേന്ദ്രം. കാരണം ജഗ്ജിത് സിംഗ് ധല്ലേവാൾ നിരാഹാരം കഴിയുന്ന ഈ സമരപന്തലിൽ കൂടുതൽ കർഷകരെത്തി തങ്ങളുടെ കർഷക നേതാവിനെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സമരം മുന്നോട്ട് പോകുന്നത്. ഖനൌരിയിൽ നിന്ന് ആശിഷ് മട്ടുവിനൊപ്പം നിതിൻ അംബുജൻ, 24. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ ഖനൌരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ നിയന്ത്രണങ്ങളുണ്ട്. അതെല്ലാം മറികടന്നാണ് കർഷകർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കനത്ത സുരക്ഷ പോലീസ് അവിടെ ഒരുക്കുന്നുണ്ട്. ഖനൌരിയിൽ നിന്ന് നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.